കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇവിടെ ഒരു മർഡർ കേസ് ഉണ്ടായിരുന്നു. ആ മർഡർ കേസിലുള്ള എല്ലാ പ്രതികളെയും നമ്മൾ പിടിച്ചെങ്കിലും ഈ ആൻറ്റി സോഷ്യൽസ് ഗുണ്ടാസിൻ്റെ എതിരെ ഒരു കൺസേർട്ടഡ് ആക്ഷൻ ഉണ്ടാവണമെന്ന ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആൻറ്റി സോഷ്യൽസിൻ്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആവും. ഈ ആക്ഷൻ അടുത്ത 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും. അത് കഴിഞ്ഞിട്ടും ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഡ്രഗ്സിൻ്റെ എതിരെയും ഈ ആൻറ്റി സോഷ്യൽസിൻ്റെ ഗാങ്സിൻ്റെ എതിരെയും ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ എതിരെയാണ്. ഈ ആക്ഷനിൽ ഇന്ന് രാവിലെ നമ്മുടെ നേമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാപ്പ 15 ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മൾ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു. അയാളെ വീട്ടിലെ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാപ്പ വയലേഷനാണ്. അയാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും കോൺട്രബാൻഡ് അവരുടെ കയ്യിൽ ആംസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുമെങ്കിൽ അതിൻ്റെ നിയമ നടപടി കൂടെ ഉണ്ടാവും. ആക്ഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ഈ ഒരു ആൻറ്റി സോഷ്യൽസിൻ്റെ എതിരെയുള്ള ആക്ഷൻ നമ്മുടെ സ്റ്റേറ്റ് വൈഡ് നടക്കുകയാണ്. ട്രിവാൻഡ്രം സിറ്റിയിലെ മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രശ്നം നടന്ന സ്ഥലം മർദർ നേമം കരമന ബോർഡർ ഏരിയാസിലാണ്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരി, നമ്മൾ ഈ 4 വർഷം മുമ്പ് ഈ കരമന മറ്റൊരു കൊലപാതകം സമാന ഒരു ബ്രൂട്ടൽ മർഡർ എന്ന് പറയുന്നത് കരമന അനന്തു കൊലപാതകം സമാനമായ സംഭവത്തിലെ പ്രതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ ആൻറ്റി സോഷ്യൽസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഡ്രഗ് ഗ്രൂപ്പ്സുകൾ ഉണ്ട് എന്ന് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ടോ? ഈ 3 ദിവസം മുമ്പ് നടന്ന സംഭവത്തിലുള്ള അക്യൂസ്ഡ് നേരത്തെ 2019 അക്യൂസ്ഡ് കോമൺ ആണ്. എസ്പെഷ്യലി 4 പേര് വളരെ കോർ ഗ്രൂപ്പാണ്. ബാക്കി ആൾക്കാർ കോൺസ്പിറസിയിലെ ഭാഗമാണ്. നമ്മൾ 8 പേരെ ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ മുഴുവൻ 2019 മർഡർ കേസിലെ കൂടി പ്രതികളാണ്. അപ്പോൾ ആ മർഡർ കേസ് ട്രയൽ നടക്കുകയാണ്. ഈ സംഭവം നടന്ന ദിവസം കൂടി കോടതി ഒരു അന്നത്തെ ഡേറ്റ് ഉണ്ടായിരുന്നു. അഡ്ജോർമെൻറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൊലപാതകം അന്ന് നൈറ്റ് നടന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇവരുടെ എതിരെ വേറെ കേസസ് ഒന്നും റിപ്പോർട്ട് ആയില്ലെങ്കിലും ഇവർ ആക്റ്റീവായിട്ട് മറ്റേ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഉണ്ട് എന്നുള്ള ഒരു നമുക്ക് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഓഗ്മെൻറ്റഡ് ആക്ഷൻ അഗെയിൻസ്റ്റ് ആൻറ്റി സോഷ്യൽസ് ആൻഡ് ഗുണ്ടാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഡി ഹണ്ട് നിയമത്തിൽ നിന്ന് ഇപ്പോൾ നാടുകളിൽ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു സാർ. അപ്പം അവർ ഈ ഏതെങ്കിലും ഇത്തരം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ആൾക്കാരാണോ? ഈ അഖിൽ ദേവിന് നമ്മൾ ഫെബ്രുവരി മാസം കാപ്പ 15 പ്രകാരം നാട് കടത്തിയ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അയാളുടെ എതിരെ ഒരു 10-11 കേസസ് ഉണ്ട്. എല്ലാ തരം കേസുണ്ട്. പോക്സോ കേസ്, ആംസ് ആക്ട് കേസ്, 307, 308, NDPS പോലത്തെ എല്ലാ കേസസും ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള കേസാണ്. ഈ ഒരു ഹിസ്റ്ററി നോക്കിയിട്ടാണ് അയാളെ നമ്മുടെ നാട് കടത്തിയത്. അയാൾ ഇന്ന് നമുക്ക് കിട്ടി. ഈ രീതിയിലുള്ള വയലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനാണ്. ഈ ഗാംഗായിട്ട് ഈ അഖിൽ ദേവായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. ഇവരെ ഫോളോ ചെയ്യാൻ, അതായത് കൃത്യമായിട്ട് പരിശോധന നടത്താൻ കഴിയാതെ പോയതുകൊണ്ടാണോ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്? ഈ സംഭവത്തിൻ്റെ മെയിൻ കാരണം 26-ാം തീയതി നൈറ്റിലെ ഒരു ബാറിലെ ഒരു ചെറിയ അടി ഉണ്ടായിരുന്നു. ആ അടി നമുക്ക് റിപ്പോർട്ടായിട്ടില്ല. ഇവർ ഒരു ചെറിയ ഹാൻഡ് ഇഞ്ചുറി ആയിട്ടും ഈ മരിച്ച ആൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവരൊക്കെ മറച്ചു വയ്ക്കുകയാണ്. കാരണം ഇവർക്കറിയാം പോലീസിനെ ഒരു തവണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൊത്തം ആക്ടിവിറ്റീസ് പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഫ്ലോ കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് കയറി വീടുകൾ സെർച്ച് ചെയ്യുക, ഇവർ വെഹിക്കിൾ ചെക്കിങ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള കൊലപാതകങ്ങളിൽ ഭൂരിഭാഗവും ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ലഹരി സംഘങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുക്കുന്നത്? ഭൂരിഭാഗം ഡയറക്റ്റ് ലഹരിയായിട്ട് ബന്ധം ഉണ്ടെന്ന എവിഡൻസ് വേണം അങ്ങനെ പറയണമെങ്കിൽ. ഈ ഒരു കൊലപാതകം തന്നെ ലഹരിയാണ് ഇതിൻ്റെ ബേസിസ് എന്ന് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്നില്ലെങ്കിലും പക്ഷേ ഇവർക്ക് ഉറപ്പായിട്ട് ഈ അഡിക്ഷനുണ്ട്. NDPS കേസുള്ളവരുണ്ട്, ലഹരി ഉപയോഗമുള്ളവരുണ്ട്. നമ്മുടെ സസ്പീഷൻ ഇവർ ലഹരി കടത്തുകയും ഉണ്ടെന്നാണ് നമ്മുടെ സസ്പീഷൻ. പക്ഷേ റിപ്പോർട്ടഡ് കേസസോ ഡിറ്റക്റ്റഡ് കേസസോ ഇല്ല. അപ്പോൾ ലഹരിയുടെ ബന്ധപ്പെട്ടാണ് ഇവരുടെ അടിപിടി എന്ന് നമുക്ക് പറയാനുള്ള എവിഡൻസ് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കും. ക്രൈം മാപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ വി നോ വിച്ച് ആർ ദ ഹോട്ട്സ്പോട്ട്സ്. ഈ ഹോട്ട്സ്പോട്ട്സ് മുഴുവൻ നമ്മൾ ഓൾറെഡി മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആക്ഷൻ നടക്കുന്നത്. ഈ 10 days മാത്രമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷന് മുമ്പും നമ്മൾ ഈ കാര്യം നടത്തിയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസം ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇറ്റ്സ് ലൈക്ക് വീട് തൂത്തുന്ന പോലെയാണ്. റെഗുലർലി വി ഹാവ് ടു സ്വീപ് ദ ഹൗസ്.
ഓക്കെ, താങ്ക് യു. താങ്ക് യു. റൂം എക്സ്പാൻഡ് ചെയ്യാം കുറച്ചും കൂടെ. We need information from people. Some information flow should be there. That will help us. ഈ ബാറിൽ നടന്ന സംഭവം ബാർക്കാരും അറിയിച്ചില്ല. ബാർ അറിയിക്കണം. ബാറുകളും ഹോട്ടൽസിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അറിയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോലീസ് ഡയറക്റ്റ് ആക്ഷൻ എടുക്കാൻ പറ്റും. എല്ലാ ബാറുകളും എല്ലാ ഹോട്ടൽസും അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ എവിടെയും ആൻറ്റി സോഷ്യൽസ് പോവില്ല. ആൻറ്റി സോഷ്യൽ പോയാലും അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളാവില്ല. അപ്പോൾ ബാറുകൾക്ക് പ്രശ്നങ്ങൾ കുറയും, ഹോട്ടൽസിന് പ്രശ്നങ്ങൾ കുറയും. പബ്ലിക് പ്ലേസസിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പബ്ലിക് കൂടെ ഒന്ന് ഇൻഫർമേഷൻ കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യലായിട്ട് കൊടുക്കാം. 112 ഉണ്ട്, യോദ്ധാവ് നമ്പറുണ്ട്. ഈ നമ്പേഴ്സിലെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൻറ്റി സോഷ്യൽസ് നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും.